Hi everyone, welcome to Priya's Maths World. ഇന്നത്തെ വീഡിയോ ബോർഡ് എക്സാം പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയയിൽ നിന്നും ഒരു 4 ക്വസ്റ്റ്യനിലെ 5 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതുവരെ റിവിഷൻ നടത്താൻ തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഇതുവരെ പഠിക്കാൻ തന്നെ തുടങ്ങിയില്ല എന്ന് വിചാരിച്ചോളൂ. ആരും വിഷമിക്കേണ്ട. ഈ ക്ലാസ് കണ്ടാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫോക്കസ് ഏരിയ എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി സയൻസ് ബാച്ചിലുള്ള എല്ലാ കുട്ടികളെയും ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ചാപ്റ്റർ 1 അതിലെ ഒരു 4 ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ എന്നുള്ള 4 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നമുക്ക് ഒരു മാക്സിമം 6 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ചിലപ്പം നോൺ ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പം നിങ്ങൾക്ക് പാടാണെങ്കിൽ ഫോക്കസ് ഏരിയ ഉറപ്പായിട്ടും 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എ is equal to set 1 2 3 4, b is equal to set a b c d e f. Let f from a to b be a function defined by f 1a 2b 3d 4c ordered by s. Question number A, is f is 1 1 or 1 2? Does f inverse exist? Explain. അപ്പൊ നിങ്ങൾക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ബിയിലേക്കുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ നമുക്ക് പരിശോധിക്കണം. അതുപോലെ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ റീസൺ, ഇല്ലെങ്കിലും റീസൺ കൊടുക്കാം. അപ്പൊ നമുക്ക് 1 1 എന്താണെന്നും 1 2 എന്താണെന്നും ആദ്യമേ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി, ഈ എ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. x1 x2 x3 ആണ് എയിലെ എലമെന്റ്സ്, എ ബി സി ഡി ബിയിലെ എലമെന്റ്സ്. അപ്പൊ ഇവിടെ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജസ് ഉണ്ട്, ബിയിലും ഓരോ വ്യത്യസ്തമായ ഇമേജസ് ആണ്. പക്ഷെ ബിയിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഇവിടെ ഇല്ല. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടെങ്കിൽ വ്യത്യസ്തമായി ഡിഫറെന്റ്, എവരി എലമെന്റ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി, then we can say that this function is 1 1. അപ്പൊ ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. വ്യത്യസ്ത ഇമേജ് ആണെങ്കിൽ നമുക്ക് പറയാം 1 1 ആണെന്ന്. പക്ഷെങ്കിൽ ഇവിടുത്തെ കോഡൊമൈൻ സെറ്റ് ബി ആണ്. ഇമേജ് സെറ്റ് എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് എ ബി സി. അപ്പൊ ഇവിടെ റേഞ്ച് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇൻടു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ 1 1 ആൻഡ് ആണ്, ഇൻടു ആണ്. ഇൻടു ആകുന്ന എപ്പോഴാണ് റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. അതായത് റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസിന്റെ സെറ്റ്, രണ്ടാമത്തെ സെറ്റ് സബ്സെറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് ഇൻടു ഫംഗ്ഷൻ. എയിലെ എല്ലാ എലമെന്റ്സിനും വ്യത്യസ്തമായ ഇമേജ് ഉണ്ടെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ ആണ്. ഈ സെറ്റ് നോക്കി, ഈ ഫംഗ്ഷൻ ഇവിടെ എയിൽ 4 എലമെന്റ്സ് ഉണ്ട്, ബിയിൽ 3 എലമെന്റ്സേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, എല്ലാ എലമെന്റ്സ് ഇത് 1 1 അല്ല, കാരണം 2 എലമെന്റ്സിന് ഒരേ ഇമേജ്, വ്യത്യസ്തമായ ഇമേജസ് അല്ല വരുന്നത്. അപ്പൊ ഇത് 1 1 അല്ല. പക്ഷെ ഇതിന് പറയുന്ന മെനി 1 ഫംഗ്ഷൻ, മെനി 1 മോർ ദാൻ 1 എലമെന്റ് ഹാസ് സെയിം ഇമേജസ് ഇൻ ബി. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടുത്തെ കോഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എക്സ് വൈ സെഡ് തന്നെയാണ്, കോഡൊമൈനും അത് തന്നെയാണ്. അപ്പം റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് കോഡൊമൈന് സെയിം ആയിട്ട് വരുവാണെങ്കിൽ അതിന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് മെനി 1 ഓൺ ടു ഫംഗ്ഷൻ ആണ്, 1 1 അല്ല. 1 1 ആണെങ്കിൽ വ്യത്യസ്തമായ ഇതാണ് 1 1 ഓൺ ടു മെനി 1 ഇൻ ടു ഫംഗ്ഷൻ. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. എയിലെ എലമെന്റ്സ് 1 2 3 4 ആണ്. ബിയിലെ എലമെന്റ്സ് എ ബി സി ഡി ഇ എഫ്, ഇത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ഫംഗ്ഷൻ 1a 2b 3d 4c. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഫംഗ്ഷൻ ഈസ് എഫ് ഈസ് 1 1 ഓർ 1 2. അപ്പൊ ഒന്നാമത്തെ പാർട്ട് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇത് 1 1 ആണോ? യെസ്. എവരി എലിമെന്റ് ഓഫ് എയിലെ എല്ലാ എലിമെന്റ്സിലൂടെ ഇമേജസ് ഉണ്ട്, വ്യത്യസ്തമായ ഇമേജസ് ആണ്, സെയിം ഇമേജസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എവരി എലിമെന്റ് ഓഫ് A,
ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. Therefore, f is 1 1. അതുകൊണ്ട് നമുക്ക് പറയാം f ഇവിടെ 1 1 ആണെന്ന് പറയാം. ഇനി നോക്കിയേ, ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? ഇമേജസ് എ ബി സി ഡി. കോഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ബി ഫുൾ. അപ്പൊ എ ബി സി ഡി ഇ എഫ് ഉണ്ട്. അപ്പൊ ഇത് സെറ്റ് എ ബി സി ഡി ഇ എഫ് ആണ്. അപ്പൊ നോക്കിയേ, റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള range is a subset of codomain. Therefore, it is not onto. Range is a subset of codomain. Therefore, f is not onto. അപ്പോൾ എ പാർട്ട് ആൻസർ കഴിഞ്ഞു. ഇനി ബി പാർട്ട്. Does f inverse exist? Inverse exist ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. 1 1 ഓൺ ടു ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. അപ്പൊ നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് എ ബൈജക്റ്റീവ്, അല്ലെങ്കിൽ നോട്ട് ഓൺ ടു ആയാലും ഇല്ല, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. Therefore, എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും നമുക്ക് 1 1 1 2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, let f from R to R be a function defined by fx equal to 5x plus 2. First part is show that f is a bijective function. Second part, find f inverse. അപ്പം f from R to R defined by fx is equal to 5x plus 2. അപ്പൊ നമുക്കറിയാം ബൈജക്റ്റീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ 1 1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വ്യത്യസ്ത എലമെന്റ്സ് വ്യത്യസ്ത ഇമേജ് ആയിരിക്കണം. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇതിന് പ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന സ്റ്റെപ്പ്, ഇതുപോലുള്ള ഫംഗ്ഷൻ തരുവാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല f of x1 is equal to f of x2 എന്ന് പറഞ്ഞാൽ 5 of x1 plus 2 is equal to 5x2 plus 2. ഇത് ക്യാൻസൽ ചെയ്യാൻ രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ 5x1 equal to 5x2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 5 5 ക്യാൻസൽ ചെയ്തിട്ട് x1 equal to x2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ ആ എക്സ് വാല്യൂസും ഈക്വൽ ആയിരിക്കണം. Therefore, f is 1 1. ഇനി ഫോർ ഓൺ ടു ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. ഓൺ ടു ആണെങ്കിൽ ബിയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റില് ഉള്ള എലമെന്റ്സ് എല്ലാത്തിനും പ്രീ ഇമേജസ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫോർ എവരി y belongs to R there exists and x belongs to, ഇവിടെ റേഞ്ച് ഡൊമൈൻ എന്ന് പറയുന്നത് R തന്നെയാണ്. such that f of x equal to y എന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ y എന്നെടുക്കും. y is equal to 5x plus 2. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പം നമ്മൾ 5x is equal to ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ y minus 2 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ x is equal to y minus 2 by 5. എന്നിട്ട് നമ്മൾ f of x കണ്ടുപിടിക്കുകയാണ്. അപ്പൊ f of x എന്ന് പറയുമ്പം എക്സിന്റെ വാല്യൂ ഇതാണല്ലോ. f of x ഡിഫൈൻ ചെയ്ത് 5x plus 2. അവിടെ നമ്മൾ എക്സിന് പകരം y minus 2 by 5 എന്ന് കൊടുക്കും. 5 into y minus 2 by 5 plus 2. 5 5 ക്യാൻസൽ ചെയ്യും. y minus 2 plus 2 എന്ന് പറഞ്ഞാൽ minus 2 plus 2 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന y. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ഫോർ എവരി y belongs to the codomain എന്ന് പറഞ്ഞാൽ R തന്നെയാണ് ഇവിടെ. There exists an x in R in the domain such that f of x equal to y. Therefore, f is on 2. Since f is 1 1 and on 2, we can say that f is a bijective function. ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ 1 1 1 2 ആണെങ്കിൽ നമുക്ക് പറയാം ഈ x എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഫ് എക്സ്
ഫോർ എവരി y ബിലോങ്സ് ടു എഫ് എക്സ് കിട്ടിയല്ലോ. അപ്പം എക്സിന്റെ വാല്യൂ x is equal to y minus 2/5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ y minus 2/5 എന്ന്, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് എന്ത് എഴുതാം, x minus 2/5. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്ന് കൊടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടുന്നു. ആ എക്സിന്റെ വാല്യൂ ആയിരിക്കും വൈയുടെ ഇൻവേഴ്സ്. അപ്പൊ ഇത് 1 1 1 2 അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഫ്രം set 1 2 3 4 to set 3 4 5 and g from set 3 4 5 to set 6 8 10 be functions defined by f of 1 is equal to 3, f of 3 equal 4, f of 4 equal 5, g of 3 is equal 6, g 4 equal 8, g 5 equal 10. Find g composition f. അപ്പൊ g composition f എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ f from a to b, g from b to c. അപ്പൊ നോക്കിയേ ഇവിടെ എയും ബിയും സിയും 3 സെറ്റുകൾ ഇവിടെ 1 2 3 4 എ ബി സി ഡി. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1a 2b 3c 4d. ഇനി ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഫ്രം എ ടു സി ആയിരിക്കും. അപ്പൊ അതെങ്ങനെ, ഇപ്പൊ നോക്കി എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 1 എ ആണ്, എഫ് ഓഫ് 2 ബി ആണ്, എഫ് ഓഫ് 3 സി, എഫ് ഓഫ് 4 ഡി ആണ്. ഇനി ജി ഓഫ് എ എന്ന് പറയുന്നത് 3, ജി ഓഫ് ബി എന്ന് പറയുന്നത് 4, ജി ഓഫ് സി എന്ന് പറയുന്നത് 4, ജി ഓഫ് ഡി എന്ന് പറയുന്നതും 5. അപ്പൊ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഫ്രം എ ടു സി എന്ന് പറയുമ്പം ജി ഓഫ് 1 എന്ന് പറയുന്നത് 3 ആയിരിക്കും, ജി ഓഫ് 2 എന്ന് പറയുന്നത് 4 ആയിരിക്കും, ജി ഓഫ് 3 എന്ന് പറയുന്നത് 4, ജി ഓഫ് 4 5 ആയിരിക്കും. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി എക്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. ഇനി ജി ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് ജി ആണെങ്കിൽ, ഇത് രണ്ട് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ജിയുടെ ഇൻവേഴ്സ് ആയിരിക്കും, ജി എന്ന് പറയുന്നത് എഫിന്റെ ഇൻവേഴ്സും ആയിരിക്കും. അങ്ങനെ അപ്പം ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ജി കോമ്പോസിഷൻ എഫ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻസ് ഞാൻ ഇതിലേക്കൊന്ന് വാല്യൂസ് എഫ് ഫ്രം 1 2 3 4 ഇവിടെ എയും ബിയും സിയും ഒന്നും തന്നിട്ടില്ല, എയും ബിയും സിയും ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് സെറ്റ് എഫ് ഫ്രം 1 3 3 4 1ൽ നിന്ന് 3യിലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 5ലേക്കാണ്. ഇനി ഇവിടെ 3 4 5ൽ നിന്ന് 6, 3 4 5ൽ നിന്ന് ഇവിടെ 6, 4ൽ നിന്ന് 8, 5ൽ നിന്ന് 10ലേക്കാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ജി കോമ്പോസിഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4, എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഇവിടെ ജി എന്ന് പറയുന്നത് 3 4 5ൽ നിന്ന് ഇതിവിടെ ജി ആണ്, ഇത് എഫ് ആണ് ഫംഗ്ഷൻ. ജി ഓഫ് 3 6, ജി ഓഫ് 4 8, ജി ഓഫ് 5 10. അപ്പൊ നമുക്ക് പറയാം ജി കോമ്പോസിഷൻ എഫ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, 1 3 4ൽ നിന്ന് 6 8 10ലേക്കായിരിക്കും. അപ്പൊ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് എക്സ്. അപ്പൊ ഇങ്ങനെ ആരുടെ വരച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കും ജി കോമ്പോസിഷൻ എഫ് ഓഫ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 6 ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ 8 ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ
10 ആയിരിക്കും. ഇങ്ങനെ എഴുതാം. ആരോ ഡയഗ്രം വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ആരോ ഡയഗ്രം വരയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാല് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എടുക്കുന്നു. അപ്പൊ ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞ എഫ് ഓഫ് 1 ആണല്ലോ ആദ്യം. അപ്പം എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3. അപ്പം എഫ് ഓഫ് 1ന്റെ സ്ഥാനം നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. അപ്പൊ G3 ഏതാണ്? 6. ഇതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 3 എന്നാണ് അല്ലെ? ജി ഓഫ് എഫ് ഓഫ് 3. അപ്പം എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആ. അപ്പൊ G4 എന്ന് പറഞ്ഞാൽ 8. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് 4 എന്നാണ്. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 4 ഈസ് 5. അപ്പൊ ജി ഓഫ് 5 എന്ന് പറഞ്ഞു. അപ്പൊ ജി ഓഫ് 5 എത്രയാണ്? 10. ഈ രീതിയിലും കണ്ടുപിടിക്കാം. ആരുടെ കാര്യം പറ്റിയ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നേരെ തിരിച്ചായിരിക്കും. അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതും ഈ രീതിയിൽ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യനിലാണ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതുപോലെ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും കൂടെ ലിങ്ക് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ലിങ്ക് ചെയ്ത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ട് ചോദിക്കുക. ഇത് ഏതെങ്കിലും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല A+ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള വേറെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് വേർ എഫ് എക്സ് ഈക്വൽ 27x³ gx ഈക്വൽ x⁻⁴. അപ്പൊ നമ്മൾ ഇവിടെ ഇവൻ ഇതുപോലെ ആരോ ഡയഗ്രം വരച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി എക്സ് എന്നാണ്. അപ്പൊ നമ്മള് ജി എക്സ് വന്നിരിക്കുന്ന x⁻⁴ എന്നാണ്. അപ്പം എഫ് ഓഫ് x⁻⁴ എന്ന് എഴുതുന്നു. ഇവിടെ എഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 27x³. അപ്പൊ 27 ഇവിടെ തന്നിരിക്കുന്ന എക്സിന് വരെ നമ്മളിവിടെ ഇവിടെ എന്താണോ തന്നിരിക്കുക അത് കൊടുക്കാം. അപ്പൊ 27x⁻⁴ ദ ഹോൾ ക്യൂബ്. അപ്പൊ x⁻⁴ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ x⁻³ എന്നാണ്. ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ 27x എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 27x³ എന്നാണ്. ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x⁻⁴. അപ്പൊ ഇവിടെ x⁻⁴ എക്സ് വന്നപ്പോ x⁻⁴. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് തന്നിരിക്കുന്നത് 27x³ അപ്പൊ 27x³ ദ ഹോൾ റൈസ് ടു 1/3 എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? അതിന്റെ റൈസ് ടു 1/3. അപ്പൊ 27 എന്ന് പറയുന്നത് നമുക്ക് 3³ എന്ന് എഴുതാം. അപ്പൊ ഇത് 3⁻⁴ ഇൻറ്റു x³ ഹോൾ റൈസ് ടു 1/3. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇങ്ങനെ. അപ്പൊ ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ x എന്ന് കിട്ടും. ഈ ആൻസർ 3x ആണ്. അപ്പൊ ഇങ്ങനെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ 1 ബൈജക്റ്റീവ് ആണെന്നുള്ള ഈ രീതിയിലുള്ള 2 രീതിയിൽ ഇത് ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യും. ഫോക്കസ് ഏരിയ എന്നുള്ള 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഫോക്കസ് ഏരിയ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ഇത് ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലേതെങ്കിലും ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററിന്റെ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക്. അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടിക്കോളും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.